എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഞാനിത് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളെ ഡബ്ല്യു സിറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പല പാരൻസിനും ഒരു കൺസേൺ ആണ്, അല്ലെങ്കിൽ ഒരു സംശയമാണ്, കുഞ്ഞുങ്ങൾ അങ്ങനെ ഇരിക്കുന്നു, അത് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എപ്പോഴാണ് അത് മാറുക എന്നുള്ളത്. ആദ്യമായിട്ട് തന്നെ ഡബ്ല്യു സിറ്റിംഗ് എന്താണ്? കുഞ്ഞുങ്ങൾ രണ്ട് കാലും വളച്ച് ബാക്കിലോട്ട് വളച്ച് ഇരിക്കുന്ന ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ഡബ്ല്യു സിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഡബ്ല്യു സിറ്റിംഗ് എപ്പോഴും അതാണ് ശീലിക്കുന്നത്. ഇപ്പോൾ ഇരുന്ന് തുടങ്ങിയതിന് ശേഷം കുഞ്ഞുങ്ങൾ മിക്കവാറും ഡബ്ല്യു സിറ്റിംഗ് ആണ് ഇരിക്കുന്നത്, മിക്കപ്പോഴും അങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മാറിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു കൺസേൺ ആണ്. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ഹിപ്പ് ജോയിൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നേരെ കാല് വെച്ചിരിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിലൊക്കെയാണ് കുഞ്ഞുങ്ങൾ കൂടുതലും ഈ ഡബ്ല്യു സിറ്റിംഗ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് മിക്കപ്പോഴും നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ പോയി കാണേണ്ടതും അത്യാവശ്യമാണ്. കുഞ്ഞിൻ്റെ ഹിപ്പിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതല്ല, കുഞ്ഞുങ്ങൾ ഇടയ്ക്കൊക്കെ ഇരിക്കുന്നുള്ളൂ, അവരൊരു കംഫോർട്ട് സോണായിട്ട് ചില കുഞ്ഞുങ്ങൾ ഡബ്ല്യു സിറ്റിങ്ങിൽ ഇരിക്കാറുണ്ട്. ബാക്കിയുള്ള സമയം ഓടിച്ചാടി കളിക്കുന്നുണ്ട്, അല്ലാത്ത സമയം നേരെ തന്നെ എണീറ്റിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസേണിൻ്റെ ആവശ്യമായിട്ട് ഇല്ല. അപ്പോൾ ചില കുഞ്ഞുങ്ങളിൽ എപ്പോഴും ഇതേ ശീലമാണ് കണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരൻസ് ഒരിക്കലും അത് ശരിയായിക്കോളും അല്ലെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നൊരു ഓപ്ഷനിൽ പോയിരിക്കരുത്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കുഞ്ഞിനെ ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ക്ലാരിഫൈ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. മാത്രമല്ല, ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നതും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ്, ഓരോ മന്തിലെയും ഡെവലപ്മെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും ആവശ്യമാണ്. കാരണം അവർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടോ, നടക്കാൻ വൈകുന്നുണ്ട്, പക്ഷെ കുഞ്ഞ് ഡബ്ല്യു സിറ്റിംഗ് ആയിട്ട് കാണുന്നു, പക്ഷെ നടന്നോളും എന്നൊരു ഓപ്ഷനിൽ പാരൻസ് ഇരിക്കും അല്ലേ. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മന്ത്ലി ഒരു കൺസൾട്ടേഷൻ, അതായത് ഒരു ഡെവലപ്മെൻറ്റൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് മന്ത്ലി വൺസ് മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതിയാവും. അതിലെന്തെങ്കിലും ഡിലേയോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തെറാപ്പിസ്റ്റുകൾ പറഞ്ഞു തരുന്നതായിരിക്കും, അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ പാരൻസ് ഒരു കാരണവശാലും വൈകിക്കരുത് എന്നുള്ളതാണ്. കാരണം മിക്കവരും പറയും ശരിയായിക്കോളും, അല്ലെങ്കിൽ സ്പീച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ നടക്കുന്നതായിക്കോട്ടെ കുറച്ചുകൂടി കഴിയുമ്പോൾ ശരിയായിക്കോളും എന്നൊരു ഓപ്ഷനിൽ ഇരിക്കും. പക്ഷേ കുറച്ചും കൂടി ഡിലേ ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റേതായ എഫേർട്ടുകൾ കൂടുതൽ ഇടേണ്ടിയായിട്ട് വരും. അത് നമ്മൾ മനസ്സിലാക്കുക. സോ ഈ ഡബ്ല്യു സിറ്റിങ്ങിനെ പറ്റിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റാ.